അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്താൻ പോകുന്ന അൽ മാഹിർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള UP തലം ക്വസ്റ്റ്യൻ ബാങ്കാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായി ഇൻഷാ അല്ലാഹ് ഈ ഡിസംബർ 31-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ സ്കൂൾ തലം മത്സരം നടക്കുക. UP ലെവലിൽ നിന്നും 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക. ആകെ 20 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തേത് അൽ മാരിഫത്തുൽ ആമ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മനിൽ മഅറൂഫ് ബി അബിൽ വത്തനിൽ ഹിന്ദി അൽ മുസ്തഖിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. മനിൽ മഅറൂഫ് ആരാണ് അറിയപ്പെടുന്നത്? ബി അബിൽ വത്തനിൽ ഹിന്ദിൽ മുസ്തഖിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഉത്തരം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം മൻ ലുഖിബ ബി സ്വാഹിബ്. സ്വാഹിബ് എന്നുള്ള പേര് നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ് എന്നാണ്. ലുഖിബ എന്ന് പറഞ്ഞ സ്ഥാനപ്പേര് നൽകപ്പെടുക എന്നാണ്. അപ്പോൾ സ്വാഹിബ് എന്നുള്ള സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ് എന്നാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഉത്തരം കേട്ടോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇനി മൂന്നാമത്തെ ചോദ്യം മൻ ഹുവ അവ്വൽ അദീബിൻ ഹിന്ദിയിൻ അല്ലദീ നാല ജായിസത നൊബേൽ ലിൽ അദബ്. ഇന്ത്യക്കാരനായിട്ടുള്ള സാഹിത്യകാരൻ, അതായത് ആദ്യമായിട്ട് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറിനാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായിക്കൊണ്ട് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം മദ്ദൗലത്തുല്ലത്തി ലൈസ ലഹാ ഈദുൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യദിന ആഘോഷമില്ലാത്തതായ രാജ്യം ഏതാണ് എന്നാണ്. മദ്ദൗല ഏതാണ് രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം. ലൈസ ലഹ അതിനില്ല. ഈദുൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിന ആഘോഷമില്ല എന്നാണ്. ഏതാണ്? അൽ ബരീത്തോനിയ. അതാണ് അൽ ബരീത്തോനിയ, ബ്രിട്ടൻ ആണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം യൗമു ഷഹീദ് ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ രക്തസാക്ഷി ദിനം എന്നാണ് എന്നാണ്. അസ്സലാസൂനി യനായർ എന്നാണ്. ജനുവരി 30 ഇന്ത്യയിലെ രക്തസാക്ഷി ദിനമായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം മാ ഉംലത്തുൽ മംലക്കത്തുൽ അറബിയ അസ്സഊദിയ. സൗദി അറേബ്യയുടെ നാണയം ഏതാണ് എന്നാണ് ചോദ്യം. ഉംല എന്ന് പറഞ്ഞ നാണയം എന്നാണ്. സൗദി അറേബ്യയിലെ നാണയം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം റിയാൽ. ഏതാണ്? റിയാലാണ് സൗദി അറേബ്യയുടെ നാണയം എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. മത്താ നഹ്തഫിലു അൽ യൗമുൽ ആലമി ലിസ്സിഹ. ലോകാരോഗ്യ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എപ്പോഴാണ് എന്നാണ്. ലോകാരോഗ്യ ദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? അസ്സാബി ഏപ്രിൽ അല്ലെ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം മൽ ഹയവാനുൽ മുലഖബ് ബി ഇസ്മി സഫീനത്തി സ്വഹ്റാ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൃഗം ഏതാണ്? ഏത് മൃഗത്തെയാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാണ്. ഏതാണ് ഉത്തരം? ജമലാണ് അല്ലേ, ഒട്ടകമാണ്. ജമൽ എന്നോ അല്ലെങ്കിൽ ഇബിൽ എന്നും പറയാം കേട്ടോ. രണ്ടും പറഞ്ഞാൽ എന്തിനെയാണ്? ഒട്ടകം എന്ന് തന്നെയാണ് അർത്ഥം. ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. മാഹിയ മീസത്തു അസാനി ഒക്ടോബർ. ഒക്ടോബർ 2 പ്രത്യേകത എന്താണ് എന്നാണ്. മീസത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്നാണ്. ഒക്ടോബർ 2 പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം മീലാദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മദിനമാണ്, ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കൂ. ഐന യഖഉ അബുദാബി. അബുദാബി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. എവിടെയാണ് അബുദാബി സ്ഥിതി ചെയ്യുന്നത്? ഫിൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ അല്ല, UAE അബുദാബി സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം മാഹിയ ആസിമത്തു പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് പാകിസ്ഥാൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമാബാദാണ് കേട്ടോ. ഇസ്ലാമാബാദാണ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം മാഹുവൽ ലൗനുൽ അഅല ഫിൽ അലമിൽ ഹിന്ദി. ഇന്ത്യൻ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം. ലൗനുൽ അഅല എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ള നിറം ഏതാണ് എന്നാണ്. ഏതാണ്? സഅഫറാൻ, കുങ്കുമ നിറമാണ് കേട്ടോ. കുങ്കുമ നിറമാണ് ദേശീയ പതാകയുടെ മുകളിൽ വരുന്ന നിറം എന്ന് പറയുന്നത്.
ഇനി 13ാമത്തെ ചോദ്യം, മൻ അസ്സസ ജാമിയത്ത് കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരാണ് സ്ഥാപിച്ചത് എന്നാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. 14ാമത്തെ ചോദ്യം നോക്കൂ, മാഹിയ അഹ്മിയത്തു അൽഹാമിസ് യൂനിയോ. ജൂൺ 5-ൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദ്യം. അഹ്മിയത്ത് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്നാണ്. അപ്പോൾ ജൂൺ 5-ൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദ്യം. യൗമുൽ ബിഅ അല്ല, എന്താണ്, പരിസ്ഥിതി ദിനമാണ് ജൂൺ 5 എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, അയ്യു മുഖാത്താത്തുൻ ഫി കേരള. കേരളത്തിലെ ഏത് ജില്ലയാണ് തോറഫു അറിയപ്പെടുന്നത് ബി മജ്മഉൽ ലുആത്തി സബഅ, 7 ഭാഷകൾ കൂടിച്ചേരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ് എന്നാണ്. ഉത്തരം കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം, കം അദദുൽ ലുആത്തി റസ്മിയ ലിൽ ഉമമിൽ മുത്തഹിദ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായിക്കൊണ്ട് അറിയപ്പെടുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ് എന്നാണ്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്നത് എത്ര ഭാഷകളാണ് എന്നാണ്. ഉത്തരം 6 കേട്ടോ. 6 ഭാഷകളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, മാഹിയ ആസിമത്തു ദൗലത്തി ഖത്തർ. ഖത്തറിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഏതാണ് ഖത്തറിൻ്റെ തലസ്ഥാനം എന്നാണ്. ഉത്തരം ദോഹ. ദോഹയാണ് ഖത്തറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം, അയ്യു ഷഹരിൻ യോറഫു ബിഷഹരി രാമായണം. രാമായണ മാസമായി കൊണ്ട് അറിയപ്പെടുന്നത് ഏത് മാസമാണ് എന്നാണ് ചോദ്യം. അതായത് മലയാള മാസങ്ങളിൽ ഏത് മാസമാണ് രാമായണ മാസമായി കൊണ്ട് അറിയപ്പെടുന്നത്. ഉത്തരം കർക്കിടകം. 19ാമത്തെ ചോദ്യം നോക്കൂ, മാ ഹുവ ഹയവാനുൻ വതനിയുൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എന്നാണ്. ഏതാണ്? ബബറാണ്. കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. ബബർ എന്നാണ് അറബിയിൽ പറയുക കേട്ടോ. 20ാമത്തെ ചോദ്യം, കം നെഹ്റൻ യജ്രി ഫി കേരള ഇല ഷർഖി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട് എന്നാണ് ചോദ്യം. കം നെഹ്റൻ, എത്ര നദികളാണ് യജ്രി ഫി കേരള, കേരളത്തിൽ ഒഴുകുന്നത്, ഇല ഷർഖി, കിഴക്കോട്ട്. ഉത്തരം സലാസയാണ്, 3 നദികൾ എന്നാണ്. 21ാമത്തെ ചോദ്യം നോക്കൂ, മൻ ഹുവ അവ്വലു റഈസുൽ വസറാഇൽ ഹിന്ദിൽ മുസ്തഖില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ജവഹർലാൽ നെഹ്റു. 22ാമത്തെ ചോദ്യം, മാ ഹുവ ഹയവാനുൽ വതനി ലി കേരള. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് എന്നാണ്. സ്റ്റേറ്റ് അനിമൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഫീൽ, ആനയാണ്. ഇനി 23ാമത്തെ ചോദ്യം നോക്കൂ, മാഹിയൽ അയ്യാമുല്ലത്തി തുഅറഫു ബി അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖ് എന്നറിയപ്പെടുന്നത് ഏതെല്ലാം ദിവസങ്ങളാണ് എന്നാണ്. ഏതെല്ലാം ദിവസങ്ങളെയാണ് അയ്യാമു തശ്രീഖ് എന്ന് വിളിക്കുന്നത് എന്നാണ്. ഉത്തരം ദുൽഹിജ്ജ 11, 12, 13. ഇതാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത് കേട്ടോ. 24ാമത്തെ ചോദ്യം, ഫി അയ്യ മജാലിൻ നാലത്ത് മലാല യൂസുഫ്സായ് ജായിസത്ത് നൊബേൽ. മലാല യൂസുഫ്സായിക്ക് ഏത് മേഖലയിൽ നിന്നാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്നാണ്. മലാല യൂസുഫ്സായിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഉത്തരം ലിസ്സലാം എന്നാണ്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസാണ് മലാല യൂസുഫ്സായിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. 25ാമത്തെ ചോദ്യം, മസ്മുൽ ക്യാമിൽ ലി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? പൂർണ്ണമായിട്ടുള്ള പേരെന്താണ് എന്നാണ് ചോദ്യം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. 26ാമത്തെ ചോദ്യം, ഫി ഹാമിസ് സെപ്റ്റംബർ മാതാ നഹ്തഫിലു. സെപ്റ്റംബർ 5-ന് എന്താണ് നമ്മൾ ആഘോഷിക്കുന്നത്, എന്താണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. അപ്പോൾ സെപ്റ്റംബർ 5 ഏത് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. യൗമുൽ വതനി ലിൽ മുദരിസീൻ. ദേശീയ അധ്യാപക ദിനമായിക്കൊണ്ടാണ് സെപ്റ്റംബർ 5 ആചരിക്കുന്നത്. 27ാമത്തെ ചോദ്യം, മാതാ നഹ്തഫിലു ഫി യൗമിൽ അവൽ മിൻ ഷഹരി ഷവ്വാൽ. ഷവ്വാൽ 1-ന് നമ്മൾ എന്താണ് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഷവ്വാൽ 1 ഏത് ദിവസമായി കൊണ്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം ഈദുൽ ഫിത്തറാണ്. ചെറിയ പെരുന്നാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്.
28ാമത്തെ ചോദ്യം മത്താ യഹ്തഫിലു അഹ്ലു കേരള ബിയൗമിൽ ഫല്ലാഹീൻ. കേരളത്തിലെ ആളുകൾ കാർഷിക ദിനമായി കൊണ്ട് ആചരിക്കുന്നത് എപ്പോഴാണ് എന്നാണ്. മത്താ യഹ്തഫിലു എപ്പോഴാണ് ആചരിക്കുന്നത് അഹ്ലു കേരള കേരളത്തിലെ ആളുകൾ ബിയൗമിൽ ഫല്ലാഹീൻ കാർഷിക ദിനമായിക്കൊണ്ട് എന്നാണ്. അൽ അവ്വലു ചിങ്ങം 1 കാർഷിക ദിനമായിക്കൊണ്ട് കേരളത്തിൽ ആചരിക്കുന്നത്. 29ാമത്തെ ചോദ്യം അൽ ഇഹ്തിഫാലു ഫിൽ യൗമിൽ ആഷിർ മിൻ ഷഹ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജ 10 ഏത് ദിവസമായി കൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത്? ദുൽഹിജ്ജ 10 ആഘോഷിക്കുന്ന ആഘോഷം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഈദുൽ അൽഹയാണ്. വലിയ പെരുന്നാളാണ് ദുൽഹിജ്ജ 10 ആഘോഷിക്കുന്നത്. 30ാമത്തെ ചോദ്യം മൻഹിയൽ വസീറത്തുൽ ഊല ഫി വിലായത്തി കേരള. മൻഹിയ ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് അൽ വസീറത്തുൽ ഊല ആദ്യത്തെ വനിതാ മന്ത്രി എന്നാണ്. ഫി വിലായത്തി കേരള കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം KR ഗൗരിയമ്മയാണ്. 31ാമത്തെ ചോദ്യം മുഖാദ്യത്താനി ഫി വിലായത്തി കേരള ലൈസ ഫീഹിമ സിക്കത്തുൻ ഹദീദിയ. റെയിൽവേ ട്രാക്കില്ലാത്ത കേരളത്തിലെ 2 ജില്ലകൾ ഏതാണ് എന്നാണ് ചോദ്യം. മുഖാത്തഅത്താനി 2 ജില്ലകൾ ഫി വിലായത്തി കേരള കേരള സംസ്ഥാനത്തിലെ ലൈസ ഫീഹിമ അവ രണ്ടിലും ഇല്ല സിക്കത്തുൻ ഹദീദിയ അതായത് റെയിൽവേ ട്രാക്ക് എന്നാണ്. ഇടുക്കിയും വയനാടുമാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. 32ാമത്തെ ചോദ്യം മാഹിയ ഉംലത്തു അംരീക്ക. അമേരിക്കയുടെ നാണയം ഏതാണ് എന്നാണ്. മാഹിയ ഏതാണ് ഉംലത്തു അംരീക്ക അമേരിക്കയുടെ നാണയം എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡോളറാണ്. 33ാമത്തെ ചോദ്യം ഫി ഹയ്യൗമിൻ നഹ്തഫിലു യൗമൽ ഉമ്മഹാത്ത്. മാതൃദിനമായിക്കൊണ്ട് മദേഴ്സ് ഡേ ആയിക്കൊണ്ട് നാം ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഉത്തരം യൗമുൽ അഹദ് സാനി മിൻ ഷഹ്രി മായോ. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച. ഒരു പ്രത്യേക ഡേറ്റ് പറയുന്നില്ല. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത്. 34ാമത്തെ ചോദ്യം മൻ യുഅറഫു ബി ഉമ്മുൽ ഫുഖറാ. ഉമ്മുൽ ഫഖറാ ദരിദ്രരുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം മദർ തെരേസയാണ്. മദർ തെരേസയാണ് ദരിദ്രരുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം മൻ ഹുവ അബുൽ ലുഅത്തിൽ മലയാളമിയ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. 36ാമത്തെ ചോദ്യം മൻ യുഅറഫു ബി അബി തിബ്ബിൽ ഹദീസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബ്നു സീനയാണ്. ഉത്തരം ഇബ്നു സീനയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. 37ാമത്തെ ചോദ്യം മൻ യുഅറഫു ബി പയ്യോളി എക്സ്പ്രസ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം PT ഉഷ. 38ാമത്തെ ചോദ്യം മാഹിയൽ വിലായത്തുൽ കുബ്ര ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത്. 39ാമത്തെ ചോദ്യം നഹ്തഫിലു ഫിൽ ഖാമിസ് മിൻ ഷഹ്രി യൂനിയോ. ജൂൺ 5 നമ്മൾ ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം യൗമുൽ ആലമീലിൽ ബിഅ ലോക പരിസ്ഥിതി ദിനമായിക്കൊണ്ടാണ് ജൂൺ 5 നമ്മൾ ആചരിക്കുന്നത്. 40ാമത്തെ ചോദ്യം നോക്കാം. മത്താ ഉൻതിലഖത് ചന്ദ്രയാൻ സാലിസ്. ചന്ദ്രയാൻ 3 എപ്പോഴാണ് വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം 14 യൂലിയോ 2023 മീലാദിയ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 41ാമത്തെ ചോദ്യം നോക്കൂ. ഫി അയ്യ മക്കാനിൻ തഖഉ ജാമിയത്തു മലയാളം. മലയാളം യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. മലയാള സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം തിരൂർ. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 42ാമത്തെ ചോദ്യം സുനിൽ ഛേത്രി മഷ്ഹൂറൻ ഫി ഡേഷ്. സുനിൽ ഛേത്രി ഏത് കളിയിലാണ് പ്രസിദ്ധനായി തീർന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. അദ്ദേഹം ഫേമസ് ആയി തീർന്നിട്ടുള്ളത് ഏത് കളിയിലാണ് എന്നാണ്. ഉത്തരം കുറത്തുൽ ഖദമാണ്. ഫുട്ബോളിലാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നിട്ടുള്ളത്.
43-ാമത്തെ ചോദ്യം ഫി ഐ സനദിൻ നാല നജീബ് മഹ്ഫൂദ് ജായിസത്ത് നൊബേൽ ഫിൽ അദബിൽ അറബി. അറേബ്യൻ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നജീബ് മഹ്ഫൂദിന് ലഭിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം 1988 1988 അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 44-ാമത്തെ ചോദ്യം ഇഷ്തഹറ രാമാനുജൻ ഫി ഡാഷ്. രാമാനുജൻ ഫേമസ് ആയി തീർന്നത് ഏതിലാണ് എന്നാണ്. ഉത്തരം ഇൽമുൽ റിയാലിയാത്ത്, ഗണിതശാസ്ത്രത്തിലാണ് രാമാനുജൻ പ്രസിദ്ധനായി തീർന്നിട്ടുള്ളത് എന്നാണ്. 45-ാമത്തെ ചോദ്യം മൻ ഇഖ്തറഅ അൽ മിസ്ബാഹുൽ കഹ്റബാഇ. ആരാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. മൻ ഇഖ്തറഅ ആരാണ് കണ്ടുപിടിച്ചത് അൽ മിസ്ബാഹുൽ കഹ്റബാഇ ഇലക്ട്രിക് ബൾബ് വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ്. ഉത്തരം തോമസ് ആൽവ എഡിസൺ, അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചത്. 47-ാമത്തെ ചോദ്യം മൻ ഹുവ അവൽ വസീർ തർബിയ വ തഅലീം ഫി വിലായത്തി കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ്. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. 48-ാമത്തെ ചോദ്യം മാ ഹുവ അക്ബർ മുഖാത്തഅ ഫി വിലായത്തി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇടുക്കിയാണ്. 49-ാമത്തെ ചോദ്യം കം അദദുൽ മതാറാത്തി ദുവലിയ ഫി കേരള. കേരളത്തിലെ അന്താരാഷ്ട്ര എയർപോർട്ടുകളുടെ എണ്ണം, ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുടെ എണ്ണം എത്രയാണ് എന്നാണ്. ഉത്തരം 4 എണ്ണമാണ്. 50-ാമത്തെ ചോദ്യം ഫി ഐ മദീനത്തിൻ യഖഉ താജ്മഹൽ അൽ മഷ്ഹൂർ. പ്രസിദ്ധമായിട്ടുള്ള താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പട്ടണത്തിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആഗ്ര, ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. 51-ാമത്തെ ചോദ്യം അഷ്ഹറുൽ അഖീറു മിനത്ത് തഖ്വീമിൽ ഹിജ്രി. ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ദുൽഹിജ്ജ. 52-ാമത്തെ ചോദ്യം മാ ഹുവ അസ്അറു ദൗലത്തിൻ ഫിൽ ആലം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നാണ്. ഉത്തരം വത്തിക്കാൻ, വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് അറിയപ്പെടുന്നത്. 53-ാമത്തെ ചോദ്യം മൻ ഹിയ അവ്വലു റഈസത്തി ജംഹൂരിയത്തിൽ ഹിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം പ്രതിഭ പാട്ടേൽ. 54-ാമത്തെ ചോദ്യം ഐന യഖഉ അൽ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്. അൽ യൗമുൽ ആലമി ലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്. 55-ാമത്തെ ചോദ്യം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്. അൽ യൗമുൽ ആലമി ലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ചോദ്യം. ഉത്തരം 26 യൂനിയോ, ജൂൺ 26. 56-ാമത്തെ ചോദ്യം മാ ഹുവ അല്ലഹബുൽ അസ്വദ്. അല്ലഹബുൽ അസ്വദ് കറുത്ത പൊന്ന് എന്താണ്. ഏത് വസ്തുവാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്നാണ്. ഉത്തരം ഫുൽഫുലാണ്, കുരുമുളകാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. 57-ാമത്തെ ചോദ്യം ഐന തഖഉൽ മനാറാത്തുൽ അർബഅ. ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അൽ മനാറാത്തുൽ അർബഅ എന്ന് പറഞ്ഞാൽ ചാർമിനാർ എന്നാണ്. ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഹൈദരാബാദ്. 58-ാമത്തെ ചോദ്യം മൻ ഇഖ്തറഅ അൽ മിസ്ബാഹുൽ കഹ്റബാഇ. ഇലക്ട്രിക് ബൾബ് നേരത്തെ വന്നിട്ടുള്ള ചോദ്യമാണ്. ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം എഡിസൺ ആണ്. 59-ാമത്തെ ചോദ്യം യാ അല്ലാ കിതാബുൻ മഷ്ഹൂറൻ ബി കലമി ഡാഷ്. യാ അല്ലാ എന്ന് പറയുന്ന പുസ്തകം ആരാണ് രചിച്ചിട്ടുള്ളത് എന്നാണ്. പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. ഇതാരാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം കമല സുരയ്യ. അടുത്ത ചോദ്യം നോക്കാം. 60-ാമത്തെ ചോദ്യം ഇസ്മുൽ കാമിൽ ഇമാം അഷ്ഷാഫിഈ. ഇമാം ഷാഫിഈയുടെ പൂർണ്ണ നാമം, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ് എന്നാണ് ചോദ്യം. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ എന്നാണ് ഇമാം ഷാഫിഈയുടെ പൂർണ്ണ നാമം. 61-ാമത്തെ ചോദ്യം യുഹ്തഫലു അൽ യൗമുൽ ആലമി ലിസ്സിഹ. ലോക ആരോഗ്യ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം അസ്സാബിയ ഏപ്രിൽ 7 ആണ്. 62-ാമത്തെ ചോദ്യം മത ഉസ്സിസത്ത് വിലായത്ത് കേരള. കേരള സംസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത്, അത് നിലവിൽ വന്നത് എപ്പോഴാണ് എന്നാണ്.
അൽ-അവ്വൽ നവംബർ 1956 മീലാദിയ 1956 നവംബർ 1 കേരള സംസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത്. 63 ചോദ്യം മാഹിയ ഷജറത്തുർ റസ്മിയ ലി വിലായത്തി കേരള. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം, സംസ്ഥാന മരം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഷജറത്തുൻ നാറജീൽ. തെങ്ങാണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം എന്ന് പറയപ്പെടുന്നത്. ഇനി 64 ചോദ്യം ഐനത്തെ ജിരി നെഹ്റു യമുന. യമുന നദി ഒഴുകുന്നത് എവിടെയാണ് എന്നാണ്. എവിടെയാണ്? ആഗ്രയാണ് ഉത്തരം. ആഗ്രയിലാണ് യമുന നദി ഒഴുകുന്നത്. 65 ചോദ്യം ലൗനു സമാഇ ഫിൽ ഖമർ. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം അസ്വദാണ്, കറുപ്പ് നിറമാണ്. 66 ചോദ്യം ഐനത്തെ കൗ അൽ മഹ്കമത്തുൽ ഉല്യ ഫി വിലായത്ത് കേരള. കേരളത്തിൻ്റെ ഹൈക്കോടതി, കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അൽ മഹ്കമത്തുൽ ഉല്യ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി എന്നാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എറണാകുളമാണ്. 67 ചോദ്യം നോക്കാം. അയ്യോമി യോറഫു ബിയോമി ഹിമായത്തിൽ വച്ചൻ. രാജ്യസുരക്ഷാ ദിനമായിക്കൊണ്ട്, ദേശസുരക്ഷാ ദിനമായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഏത് ദിവസമാണ് എന്നാണ്. ഉത്തരം അറാബ്യ മാരിസ്, മാർച്ച് 4. 68 ചോദ്യം മയ്യുലഖബ് ബി റജുൽ സോറൂഹിൽ ഹിന്ദി. ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. 69 ചോദ്യം ഫി അയ്യി മുഖാത്തഅത്തിൻ സദ് മലമ്പുഴ. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ്. ഉത്തരം പാലക്കാട്. 70 ചോദ്യം നോക്കൂ. കം അദദുൽ ലുആത്ത് റസ്മിയ ലിൽ ഉമമിൽ മുത്തഹിദ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് എന്നാണ്. ഉത്തരം 6 ആണ്. 71 മൻ ഹുവ അവൽ വസീർ തർബിയ വ തഅലീം ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം അബുൽ കലാം ആസാദ്. 72 ചോദ്യം അവലുമൻ നാല ജായിസത്ത് നൊബേൽ ഫിൽ അദബിൽ അറബിയ. അറബി സാഹിത്യത്തിൽ ആദ്യമായിക്കൊണ്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് എന്നാണ്. അവലുമന്നാല ആദ്യമായിക്കൊണ്ട് ആരാണ് കരസ്ഥമാക്കിയത് ജായിസത്ത് നൊബേൽ, നൊബേൽ സമ്മാനം, നൊബേൽ പുരസ്കാരം ഫിൽ അദബിൽ അറബിയ, അറബി സാഹിത്യത്തിൽ എന്നാണ്. ഉത്തരം നജീബ് മഹ്ഫൂദാണ്. 73 ചോദ്യം മാഹിയ ആസിമത്ത് ഒമാൻ. ഒമാൻ്റെ തലസ്ഥാനം, ക്യാപിറ്റൽ ഓഫ് ഒമാൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മസ്കത്താണ്. മസ്കത്താണ് ഒമാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. 74 ചോദ്യം മൻ ഹിയ അവൽ ഷഖ്സിയത്തിൻ അറബിയ ഫാസത്ത് ബി ജായിസത്തി മാൻ ബുക്കർ അദ്ദുവലിയ. അന്താരാഷ്ട്ര മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ അറബി വനിത ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അറബി വനിതയായിട്ടുള്ള വ്യക്തിത്വത്തെയാണ് ചോദിക്കുന്നത്. മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യ അറബി വനിത ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അദ്ദക്തൂറ ജൂഹ അൽ ഹാരിസി. ഡോക്ടർ ജൂഹ ഹാരിസിയാണ് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യ അറേബ്യൻ വനിത എന്ന് പറയുന്നത് കേട്ടോ. ഇനി 75 ചോദ്യം സഫീറു കഅസുൽ ആലം ലിൽ ഖുറത്തിൽ ഖദം 2022 മീലാദിയ. 2022 വേൾഡ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ അംബാസിഡർ ആരായിരുന്നു എന്നാണ് ചോദ്യം. സഫീർ എന്ന് പറഞ്ഞാൽ അംബാസിഡർ എന്നാണ്. അപ്പോൾ 2022 നടന്ന ലോക ഫുട്ബോളിലെ അംബാസിഡർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഓനിം അൽ മിഫ്താഹ്. ഓനിം മിഫ്താഹ് ആയിരുന്നു അതിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ 75 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ അൽ മാരിഫത്തിൽ ആമ, അതായത് GK ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ടീച്ചർ ഇൻഷാ അല്ലാഹ് പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.